Hello, welcome to Market Discussion of the Day. Today, 21st of March 2025, Friday ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ EU ലീഡേഴ്സിൻ്റെ സബ്മിറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനകത്ത് ഒരുപാട് ഡിസിഷൻസ് EU ലീഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. കാരണം യൂറോപ്പ് ഒരു സെപ്പറേറ്റ് പവറായിട്ട് നിലനിൽക്കണം, നോട്ട് ഡിപ്പെൻഡിങ് ഓൺ US ആൻഡ് റഷ്യ. സോ എന്നുള്ളൊരു ഒരു ചർച്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താ പറയുക, നമ്മുടെ സാമ്പത്തിക, അതായത് നമ്മുടെ മാർക്കറ്റൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു റിയലൈൻമെൻ്റ് ഒക്കെ സംഭവിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, സോ അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് അടുത്ത ഏപ്രിൽ 1 തന്നെ എന്താ താരിഫ് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. US താരിഫ് കൊണ്ടുവരുന്ന ഏപ്രിൽ 2 സോ യൂറോപ്പ് അതിന് മുന്നേ തന്നെ താരിഫ് കൊണ്ടുവരും. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. സോ അത് ഏപ്രിൽ 12 വരെ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്, ഇപ്പം താരിഫ് യൂറോപ്പ് കൊടുത്തു, അതിനുശേഷം US തരുന്നു, അതിനുശേഷം ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുമല്ലോ. ആ സെറ്റിൽമെൻറ്റിനുള്ള ഡേറ്റ് ഏപ്രിൽ 12 വരെയാണ്. ഈ പറയുന്ന സബ്മിറ്റിൽ അവർ എന്തായാലും അത് ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് അടുത്തൊരു ഏപ്രിൽ 1 തൊട്ട് ഏപ്രിൽ 15 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ടല്ല എൻ്റെ പ്രതീക്ഷ എന്താ വെച്ചാൽ ആൾക്കാർ, അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലോട്ട് വരുന്നത് ഏപ്രിൽ 15 ശേഷമായിരിക്കും. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന താരിഫ് കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നത് ആക്ച്വലി ഗോൾഡിലായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, സോ അത് ഭാവിയിൽ അതൊരു വലിയൊരു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അതൊരു റിസഷനിലോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് കൊണ്ടുപോകും. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാനുള്ള പോസിബിലിറ്റി ഒക്കെ നമ്മൾ ഈ പറയുന്ന താരിഫ് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡിംഗ് മേഖലയിലോട്ട് ഇറങ്ങാൻ. അത് ഏത് ട്രേഡ് ആയിക്കോട്ടെ, നമ്മളുടെ ഫോറക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഏതൊരു ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ ഇതാണ് എനിക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള കാര്യം. കലണ്ടർ ബേസ് ചെയ്തിട്ട് നാളത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ നോർമലി ഡിസ്കസ് ചെയ്തു പോകാറുള്ളത് പോലെ അടുത്ത ആഴ്ചത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് തിങ്കളാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 6 മണിക്ക്, UK ടൈമിങ് 6 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബെയിലിയുടെ സ്പീച്ച് ഉണ്ട്. ചൊവ്വാഴ്ച നമുക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും, ചൊവ്വാഴ്ച നമുക്ക് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഒരു ഡയറക്ഷണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കത്തില്ലെങ്കിലും ഉറപ്പായിട്ട് ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കും. ഉച്ചയ്ക്ക് 2 മണി UK ടൈമിങ്ങിനാണ് ഈ പറയുന്ന കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ബുധനാഴ്ച ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. പക്ഷേ വ്യാഴാഴ്ച, ഇത്രയും ദിവസം നമ്മൾ ടെക്നിക്കലി തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വ്യാഴാഴ്ച നമുക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ വ്യാഴാഴ്ച കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ അടുത്ത മാർച്ച് 27 എമ്പുരാൻ്റെ റിലീസാണ്. അപ്പം സിനിമയ്ക്കൊക്കെ പോയിട്ട് എന്താ പറയുക, ചില്ലായിട്ടിരിക്കുക, മാർക്കറ്റിലോട്ട് നോക്കാതിരിക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് എല്ലാവരും എമ്പുരാൻ പോയി കാണുക. എന്താ പറയുക, അതിനുശേഷം നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല, എല്ലാം ടെക്നിക്കലി നമുക്ക് ഫോളോ ചെയ്ത് പോകാവുന്ന ന്യൂസുമാണ്. ഓക്കെ, സോ കമ്മിങ് ടു നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ വട്ടവും പറയുന്നത് പോലെ JPYയിലോട്ട് തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, JPY ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 149.636 എന്ന് പറയുന്നൊരു റേഞ്ചിലാണ് JPY നിൽക്കുന്നത്. ഓക്കെ, സോ JPY ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 150 സപ്പോർട്ട്, 150 റെസിസ്റ്റൻസ്, 146 സപ്പോർട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 150 വെച്ച് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് JPY സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യൽ ടാർഗറ്റ് മൈനർ സപ്പോർട്ട് 148 ഉണ്ടാവും, മേജർ സപ്പോർട്ട് 146
ഉണ്ടാവും. ഇങ്ങനെ ഒരു വട്ടവും കൂടെ 150-ന്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ ഇന്ന് രാത്രി അവസാനിക്കുകയും തിങ്കളാഴ്ചയും 150ന്റെ താഴെ തന്നെയാണ് എങ്കിൽ അതൊരു ചെറിയൊരു സൂചനയാണ്. മാർക്കറ്റ് 142 വരെ പോകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാനും പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് പോകുമ്പം യൂറോ ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോ ബൈ ചെയ്യണം എന്ന്. 1.0800 അടുത്ത് വെച്ച് ബൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.0300 അടുത്ത് വെച്ച് ഞാൻ ചെറിയൊരു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇനിയും താഴോട്ട് വന്നാൽ 1.08100 അടുത്ത് വെച്ച് ഞാൻ അടുത്ത പകുതി ഞാൻ എടുക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യാം. സോ ഇന്നലെ എടുത്ത ട്രേഡായിരുന്നു, ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ മിനിമം പ്രോഫിറ്റ് വെച്ചേക്കുന്ന 1.0900 അടുത്ത് വെച്ചിട്ട് വരെയാണ് ഞാൻ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് ഞാൻ എടുത്ത് മാറുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അത് എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പകുതി ലോട്ട് 0.5 ലോട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടെങ്ങാനും വന്നാൽ 1.0800 ഒക്കെ അടുത്ത് വന്നാൽ വീണ്ടും നമുക്കൊരു 0.5 ബൈ ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇടണം. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 1.0750 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും ഇടേണ്ടി വരും എന്നുള്ളൊരു കാര്യം മറക്കാതെ തന്നെ ചെയ്ത് പോവുക. ഓക്കെ, സോ നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.2930 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് വരുമ്പം 1.2920 1.2910 റേഞ്ചിൽ വീണ്ടും വേണമെങ്കിൽ ബൈ ചെയ്യാം. അതൊരിക്കലും ഒരു മേജർ റെസിസ്റ്റൻസ് മേജർ സപ്പോർട്ട് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. മേജർ സപ്പോർട്ട് ഉറപ്പായിട്ടും 1.2800 നമുക്ക് GBPയുടെ മേജർ സപ്പോർട്ട് ഉള്ളത്. ഓക്കെ, GBP ഒരു കാരണവശാലും സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല, നമുക്ക് ബൈ മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു കാരണവശാലും സെല്ലിലോട്ട് പോകാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നേരെ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഗോൾഡിലോട്ട് പോകുമ്പോൾ ഗോൾഡ് എങ്ങോട്ടെന്നില്ലാതെ മുകളിലോട്ട് പോയി. ഇന്നലെ ഓൾ ടൈം ഹൈ വീണ്ടും അടിച്ചു മാർക്കറ്റ്. 3057 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് റിട്രേസ് ചെയ്ത് താഴോട്ട് പോയി. 3030 സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഞാൻ എന്തായാലും 3029 അടുത്ത് വെച്ചിട്ട് ബൈ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഉണ്ട് കേട്ടോ. സ്റ്റോപ്പ് ലോസ് 3020 ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് 3021 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ്. ഓക്കെ, സോ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, അതുകൊണ്ടിട്ടാണ് ബൈ ചെയ്തത്. ഓക്കെ, സോ മാർക്കറ്റ് ഇപ്പോഴത്തെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്താ പറയുക, ബേസിക്കലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡിൻ്റെ ഒരു ടെക്നിക്കൽ വശം മാത്രം, ബാക്കി പൊളിറ്റിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യവും കൺസിഡർ ചെയ്ത ടെക്നിക്കൽ വശം മാത്രം നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻ വാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം October 7, 2023 ശേഷം ഓക്കെ മാർക്കറ്റ് പലവട്ടം ഒരുപാട് വട്ടം മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾ ടൈം ഹൈ അടിക്കുന്ന സമയത്ത് മാർക്കറ്റ് മിനിമം ഒരു 2-3 തവണ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പലവട്ടം സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് ഒരു 1-2 വട്ടവും കൂടെ ഈ പറയുന്ന 3060 എത്തേണ്ടതാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് പോകേണ്ടതുമാണ്. കാരണം April 2, April 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരിഫുകൾ വരാനായിട്ടുള്ള ആഴ്ചകളാണ്. April 15 വരെ ലോകം മൊത്തത്തിൽ ഒരു റീഅലൈൻമെൻറ്റ് സംഭവിക്കും. അതിൻ്റെയൊക്കെ പ്രഷർ വരാൻ പോകുന്നത് ഗോൾഡിലാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയുമ്പോൾ ആൾക്കാർ അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഗോൾഡിലോട്ട് കൊണ്ടുവരും. കാരണം ഗോൾഡ് ഒരു സേഫ് ഹെവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളൊരു കാരണം വെച്ചിട്ട് അവിടുന്ന് മാർക്കറ്റ് ബൂമായിട്ട് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. എനിക്കറിയില്ല, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകും. 3200 വരെയെങ്കിലും പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ളൊരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കറിയില്ല, 3080 ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അത് 3200 ഒരു ഇനിഷ്യൽ തുടക്കമായിരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അതാണ് മെയിനായിട്ടുള്ള 3030 ബൈ എടുക്കുന്ന ആൾക്കാർക്ക് 3021 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാം. ഓക്കെ, സോ മൺഡേ നമുക്ക് ഫുള്ളി ഫണ്ടമെൻ്റൽ ടെക്നിക്കലായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്.
അതേപോലെ തന്നെ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള മോട്ടിവേറ്റഡായിട്ടുള്ള ന്യൂസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. വലിയ വലിയ ക്യാൻഡിലുകൾ മുകളിലോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ടുള്ള ചാൻസസുകളൊക്കെ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, 3000 സപ്പോസ് നമുക്കൊരു ഭാഗ്യത്തിന് 3000 അല്ലെങ്കിൽ 2000, ഞാൻ പറയുന്നത് 3000 കിട്ടിക്കഴിഞ്ഞാൽ പകുതി ബൈ 0.5 ബൈ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് എടുക്കുകയും 2980 കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ബൈ, അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു ലോട്ട് തന്നെ കച്ചവടം ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ളത് എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീക്കെൻഡിൽ മാർക്കറ്റ് ഡിസ്കഷൻ വയ്ക്കുന്നതായിരിക്കും. എല്ലാ വട്ടവും പോലെ ക്ലാസ്സിൻ്റെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.